ഹലോ കൂട്ടുകാരെ, മാലയോഗത്തിൻ്റെ 50-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. റിസീവർ ചെവിയിൽ വെച്ചു. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ പതിയെ കാലി വെച്ചു വാഷിംഗ് ബേസിൻ്റെ അരികിലേക്ക് നടക്കുന്ന സുബ്ബലക്ഷ്മിയെ നോക്കി. അമ്മ എവിടെ? മറുപുറം നിശബ്ദമാണെന്നറിഞ്ഞതും അത് ഉണ്ണിമായാണെന്ന് മനസ്സിലായതും അവൻ ഉച്ചത്തിൽ തിരക്കി, അമ്മേ. റിസീവർ ചെവിയിൽ നിന്നെടുത്തു അവൾ സുബ്ബലക്ഷ്മിയെ നോക്കി വിളിച്ചു. അത് തനിക്കുള്ള ഫോണാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ സുബ്ബലക്ഷ്മി അവൾക്കരികിലേക്ക് നടന്നെടുത്തിരുന്നു. ഹലോ, ആരാണെന്ന് പോലും തിരക്കാതെ അവർ റിസീവർ ഉണ്ണിമായുടെ കയ്യിൽ നിന്നും വാങ്ങി. അപ്പുറത്ത് ആരാണെന്നറിയാൻ ഉണ്ണിമായുടെ മുഖത്ത് നിഴലിക്കുന്ന ദുഃഖം തന്നെ ധാരാളം. അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇടറിയ സ്വരത്തോടെ വിഘ്നേഷ് തിരക്കി. അത് കേട്ടതും സുബ്ബലക്ഷ്മിയുടെ മുഖം അമർഷം കൊണ്ട് വലിഞ്ഞു മുറുകി. എനിക്കെന്ത് കുഴപ്പം? ഈ ഭൂമിയിൽ എന്നെ ഏറ്റവും സുരക്ഷിതമാക്കുന്ന ഒരാളുടെ അരികിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അല്പം തൻ്റെ ഇടവും അതേപോലെ അഭിമാനവും ആ മുഖത്ത് കാണാമായിരുന്നു. അമ്മ എന്തേലും കഴിച്ചോ? ദൂരെ എവിടെയും പോയിരുന്ന് മോനെ അമ്മയെക്കുറിച്ച് ഓർത്തു ആവലാതിപ്പെടേണ്ട. നിന്റെ ഒളിച്ചോട്ടം എന്ന് അവസാനിപ്പിക്കണമെന്ന് തോന്നുന്നുവോ അപ്പോൾ തിരികെ വരാം. ഇത് നിന്റെ വീടല്ലേ? ശരിയാണ്, ഈ അമ്മക്കൊരു തെറ്റ് പറ്റി. ഒരു അച്ഛനും അമ്മയും അവരുടെ മക്കൾക്ക് ദോഷം വരുന്നതൊന്നും ചെയ്യില്ല. ഞാനും ചെയ്തിട്ടില്ല. കുറച്ചു കാലം കഴിയുമ്പോൾ എൻ്റെ മോനത് തിരിച്ചറിയും. വേറെന്തെങ്കിലും അറിയേണ്ടതുണ്ടോ? ഇനിയും സംഭാഷണം തുടരാൻ താല്പര്യമില്ലാതെ സുബ്ബലക്ഷ്മി ആരായുന്നത് കേട്ടതും അവൻ ഇല്ലെന്ന് തലയാട്ടി പറഞ്ഞു. അതോടെ കോള് കട്ടായി. അമ്മ സാറിനോട് അങ്ങനെ ഒന്നും പറയേണ്ടിയിരുന്നില്ല. ഞാൻ കാരണം സാറിന് ഇങ്ങനെ ഓരോ വിഷമങ്ങൾ. ഫോൺ വെച്ചു ടേബിളിൽ ചെന്നിരുന്ന സുബ്ബലക്ഷ്മിയുടെ അരികിലായി ഉണ്ണിമായ വന്നു നിന്നു. നീ എന്ത് കാരണം? അവൻ്റെ വിഷമങ്ങൾക്ക് കാരണം അവൻ തന്നെയാണ്. നിന്നെ അവന് വേണ്ട എന്നുണ്ടെങ്കിൽ അവൻ എൻ്റെ മുഖത്ത് നോക്കി പറയട്ടെ. അല്ലാതെ ഇവിടെ നിന്ന് കാറും കൊണ്ട് ഓടിപ്പോകുകയല്ല വേണ്ടത്. ഒളിച്ചോട്ടം ഭീരുക്കൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. സുബ്ബലക്ഷ്മി ശൗര്യത്തോടെ ഉണ്ണിമായയെ മുഖമുയർത്തി നോക്കി. എന്താണു? എൻ്റെ ജീവിതകഥ കേട്ടപ്പോൾ സെൻറ്റി കയറി അമ്മയെ വിളിച്ചതാണോ? മൊട്ടക്കുന്നിൽ മലർന്നു കിടന്നിരുന്ന ടോണി വിഘ്നേഷ് ഫോൺ ഷർട്ടിൻ്റെ പോക്കറ്റിലേക്ക് ഇടുന്നത് കണ്ട് എഴുന്നേറ്റിരുന്നു. അങ്ങനെ തോന്നിയെങ്കിൽ നീ വിളിക്കേണ്ടിയിരുന്നത് അമ്മയെയല്ല, അവളെയായിരുന്നു, ഉണ്ണിമായയെ. തൻ്റെ ജീവിതത്തിൽ യാതൊരു പ്രയോജനവുമില്ല എന്നറിഞ്ഞിട്ടും നിന്റെ മാനം രക്ഷിക്കാൻ നീ കെട്ടിയ താലിയും കൊണ്ട് ജീവിക്കുന്ന ഉണ്ണിമായയെ, വെറും പേരിൽ മാത്രം നിന്റെ ഭാര്യയായ അവളെ. ടോണി പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതുപോലെ വിഘ്നേഷ് ഉച്ചത്തിൽ വിളിച്ചു. ഞാൻ പറയും, നിന്റെ തലമണ്ടക്ക് മനസ്സിലാകും വരെ ഞാൻ പറയുമടോ. ടോണി ഒരു പുച്ഛച്ചിരിയുടെ മദ്യക്കുപ്പിയുടെ മൂടി തുറന്നു അല്പം മദ്യം അടുത്തു വെച്ച ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അത് കണ്ടപ്പോഴേ ഉച്ചക്ക് വന്ന അതേ അവസ്ഥ വിഘ്നേഷിന് തോന്നി. നിന്റെ മനസ്സ് നോവുന്നുണ്ടെങ്കിൽ അവളുടെ ഉള്ളം നീറുന്നത് അവഗണനയുടെ വേദന കൊണ്ടാണ്. നിന്നെ മറ്റവൾ ചതിച്ചിട്ട് പോയതിൻ്റെ പഴി പാവം ഉണ്ണിമായ എന്തിനു പേറണം? നിന്റെ മുഖം രക്ഷിക്കാനാണ് അവൾ ഇതൊക്കെ സഹിക്കുന്നത്. സത്യത്തിൽ തെറ്റുകാർ നീയും നിന്റെ അമ്മയുമല്ലേ? ടോണി ഒരു സിപ്പ് മദ്യം കുടിച്ച് വിഘ്നേഷിൻ്റെ അടുത്തേക്ക് ഇരുന്നു കാലും നീട്ടി. ടോണി, എനിക്കൊരിക്കലും ഉണ്ണിമായ എൻ്റെ ഭാര്യയായി കാണാൻ കഴിയില്ല. ശിവാംഗിക്ക് കൊടുത്ത ഈ മനസ്സ് ഉണ്ണിമായക്ക് കൊടുക്കാൻ എനിക്കാവില്ലടോ ടോണി. ശിവാംഗിയെ മറക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നീ ഉണ്ണിമായയെ സ്വീകരിക്കാത്തതെന്ന് ഞാൻ വിശ്വസിക്കില്ല വിക്കി. അത് നീ പള്ളിയിൽ പോയി പറ. ദാ ആ കാണുന്നതാണ് പള്ളി. ഒരു പൊട്ടിച്ചിരിയോടെ ദൂരേക്ക് വിരൽ ചൂണ്ടി വിഘ്നേഷിനെ അടിമുടി ഒന്ന് നോക്കി ആ ചെറുപുല്ലിൽ പിന്നെയും മലർന്നു കിടന്നു. അവൾ ഒരുത്തനെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, അവൻ്റെ കൂടെ കിടന്ന് ഗർഭിണിയുമായി അല്ലേ? കിടന്ന പാടെ ഇരുകൈകൾ തലയ്ക്ക് വെച്ച് കിടന്ന് അവൻ വിഘ്നേഷിനെ നോക്കി. മൗനമായി തലകുനിച്ചിരിക്കുന്ന വിഘ്നേഷിനെ കണ്ടതും ടോണി എഴുന്നേറ്റു അവൻ്റെ തോളിൽ പതിയെ കൈവച്ചു. തന്നെ ഞാൻ കുറ്റം പറയില്ല, പക്ഷെ തെറ്റ് ആർക്കും പറ്റും. ഉണ്ണിമായ്ക്ക് പറ്റിയതും തെറ്റ് തന്നെ. കാമുകനെ കണ്ണടച്ച് വിശ്വസിച്ചതിന് ഈ ആയുസ്സിൽ തീരാത്ത അത്രയും വേദന
അവൾ അനുഭവിച്ചില്ലടോ. സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയിൽ അവൾക്ക് ആരുണ്ട്? 6 മാസം കഴിഞ്ഞ് നീ അവളെ ഡിവോഴ്സ് ചെയ്ത് പറഞ്ഞു വിട്ടാൽ അവൾ എവിടെ പോകും? എത്ര നാൾ ആ കൂട്ടുകാരി അവൾക്ക് തുണയാകും? അവൾ ഒരു വിവാഹം കഴിച്ചു പോയാൽ ഉണ്ണിമായ തീർത്തും തനിച്ചാകില്ലടോ. നിന്റെ കൺമുന്നിൽ തന്നെ അവൾ തനിച്ച് ജീവിക്കുന്നത് കാണേണ്ടി വരില്ലേ തനിക്ക്? വിഘ്നേഷിൻ്റെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞു അവൻ വിഘ്നേഷിനെ മുഖമുയർത്തി നോക്കിയതും അവൻ്റെ മിഴികൾ ചുവന്ന് കലങ്ങിയിരുന്നു. ടോണി, ഞാൻ ആകെ ആശയക്കുഴപ്പത്തിലാണ്. എൻ്റെ ചുവടുകൾ പിഴച്ചു പോകുന്നു. വിറക്കുന്ന അതരങ്ങളാൽ വിഘ്നേഷ് ടോണിയുടെ ബലമുള്ള കൈകളിൽ മുറുകെ പിടിച്ചു. താൻ ധൈര്യമായി നാട്ടിൽ ചെല്ല്. എന്നിട്ട് കിട്ടിയ ഈ ജീവിതം ആസ്വദിച്ച് ജീവിക്കൂ. നഷ്ടപ്പെട്ടിട്ട് വിലപിച്ചിട്ട് കാര്യമുണ്ടാകില്ല. ഈ ടോണി മാത്തൻ പറയുന്നു. ഉണ്ണിമായയാണ് വിഘ്നേഷിന് ബെസ്റ്റ്. ആ വിശ്വാസം നിന്നിലും ഉണ്ടാകുന്ന ദിവസം നിങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് തിരിച്ചുക. ഈ നാടിൻ്റെ ശൈത്യമേറിയ മന്ദമാരുതനിൽ അലിഞ്ഞു ചേരാൻ വിഘ്നേഷിൻ്റെ തോളിൽ കൈവച്ച് ഇരുവരും ആ മൊട്ടക്കുന്നിറങ്ങി. താഴെ സോഫയിലിരിക്കുന്ന ഉണ്ണിമായുടെ അരികിലേക്ക് സുബ്ബലക്ഷ്മി വന്നിരുന്നു. ഇതാരുടെയാ പടം? ഉണ്ണിമായുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോ ഫ്രെയിമിലേക്ക് നോക്കിക്കൊണ്ട് സുബ്ബലക്ഷ്മി തിരക്കി. ഇതെൻ്റെ കൂട്ടുകാരി കവിതയും അവളുടെ ഭർത്താവ് ഭരതനുമാണ്. അവരുടെ വിവാഹത്തിനടുത്ത ഫോട്ടോയാ. ഇപ്പോഴാ ഞാനിത് ശരിക്കും കാണുന്നത്. പുഞ്ചിരിയോടെ ഉണ്ണിമായ പറയുന്നത് കേട്ട് സുബ്ബലക്ഷ്മി ആ ഫോട്ടോ അവളുടെ കയ്യിൽ നിന്നും വാങ്ങി കണ്ണട നേരെയാക്കി അതിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. ആ, അന്നിവിടെ വന്നവരല്ലേ, ഞാൻ ഓർക്കുന്നു. സുബ്ബലക്ഷ്മി പറഞ്ഞു തീർന്നതും കവിതയുടെ ഭരതനോടുള്ള പ്രണയത്തെക്കുറിച്ചും ഇലഞ്ഞിത്തറയിലെ അവളുടെ ജീവിതത്തെക്കുറിച്ചും അവൾ വാതോരാതെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പറയുന്നത് അവർ മിഴിച്ചെമ്മാതെ കേട്ടിരുന്നു. കൂട്ടുകാരിയെപ്പോലെ അവളും ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവളുടെ മിഴികളിൽ നിന്ന് സുബ്ബലക്ഷ്മി മനസ്സിലാക്കി. ഉണ്ണി, വെറുതെ വീട്ടിലിരുന്ന് സമയം കളയണ്ട. നമ്മുടെ തിയേറ്ററിലായിരുന്നു ജോലി എന്നല്ലേ പറഞ്ഞത്? നാളെ തൊട്ട് തിയേറ്ററിൽ പോയി തുടങ്ങിക്കോളൂ. അവിടുത്തെ രജനീഷിനെ ഞാൻ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞോളാം. ഉഷാറായി പോവാൻ തയ്യാറായിക്കോളൂ. പൊടുന്നനെ സുബ്ബലക്ഷ്മി പറഞ്ഞതും ഒരു ഞെട്ടലോടെയാണ് ഉണ്ണിമായ അത് ശ്രവിച്ചത്. അവൾക്കുള്ളിലും അങ്ങനൊരു മോഹം ഉണ്ടായിരുന്നുവെങ്കിലും ചോദിക്കാനുള്ള ഭയം കൊണ്ട് ആ ആഗ്രഹത്തെ മനസ്സിൽ കുഴിച്ചു മൂടിയിരുന്നു. ജോലിക്ക് തിരിച്ചു കയറിയാൽ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസവും കിട്ടും. ബസ്സിന് പോകാൻ പോലും കയ്യിൽ പൈസ ഇല്ലാതെ ഇരിക്കുന്നവൾക്ക് ജോലി ഇപ്പോൾ അത്യാവശ്യം തന്നെയാണ്. നാളെ തിയേറ്ററിൽ പോയി തുടങ്ങാമെന്നുള്ള സന്തോഷം അടുക്കളയിൽ പോയി സുബ്ബലക്ഷ്മിക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കുമ്പോഴും അവളുടെ പ്രവൃത്തികളിൽ പ്രകടമായിരുന്നു. അതിരാവിലെ എഴുന്നേറ്റു വിഘ്നേഷ് വാഷ്റൂമിൽ കയറി. ഒന്ന് കുളിക്കാനായിരുന്നു ഉദ്ദേശിച്ചതെങ്കിലും കോച്ചി തണുപ്പിക്കുന്ന ഐസ് വെള്ളത്തിൽ കൈയിട്ടതും ആ ഉദ്ദേശം പാടെ ഉപേക്ഷിച്ചു. കയ്യും മുഖവും നന്നായി കഴുകി പേസ്റ്റ് വിരലിൽ തേച്ച് പല്ലൊന്ന് തേച്ചെന്ന് വരുത്തി. ഒരു ബർമുടയും സ്വെറ്ററും ധരിച്ച് ആ മുറിയിലെ കട്ടിലിൽ ടോണി കമിഴ്ന്ന് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഡാ ടോണി, ഞാൻ പോകുവാടാ, എന്നെ ഒന്ന് യാത്രയാക്ക്. ധരിച്ച ഷർട്ടിൻ്റെ കൈ മുഴുവൻ ഇറക്കിയിട്ട് ബട്ടൺസ് ഇട്ട് കഴിഞ്ഞതും വിഘ്നേഷ് ടോണിയുടെ ബെഡിലിരുന്നു അവൻ്റെ പുറത്ത് തട്ടി. ഇന്ന് പോവണ്ട ഉവേ, നാളെ. ടോണി ഉറക്കപ്പിച്ചിൽ പറയും പോലെ ചുണ്ടിൽ നിന്നും മനസ്സിലാവാതെ പറഞ്ഞുകൊണ്ടിരുന്നു. അത് ശരി, അപ്പം ഇന്നലെ രാത്രി എനിക്ക് വേദം ഓതി തന്നത് കള്ളും പുറത്തായിരുന്നല്ലേ? വിഘ്നേഷ് നെറ്റി ചുളിച്ചു ആ കമിഴ്ന്ന് കിടക്കുന്നവൻ്റെ വീതിയുള്ള പരന്ന പുറത്തേക്കൊന്ന് നോക്കി. പോടമില്ലേ, ടോണി മൂക്കറ്റം കുടിച്ചാലും പറയുന്നത് സ്വബോധത്തോടെ ആയിരിക്കും. അതിനുള്ള മറുപടി ഉടനെ വന്നതും വിഘ്നേഷ് ഒന്ന് പുഞ്ചിരിച്ചു. എന്നാലേ ഞാൻ താഴെ കാത്തിരിക്കാം. നീ ശടപടയെന്ന് കാര്യങ്ങൾ തീർത്ത് താഴേക്ക് വാ. അവൻ്റെ പുറത്തൊന്ന് തട്ടി വിഘ്നേഷ് ബാഗെടുത്തു താഴേക്ക് ഇറങ്ങിപ്പോയി. ഹാളിലെല്ലാം വെളിച്ചം കത്തുന്നത് കണ്ടപ്പോൾ ടോണിയുടെ അമ്മ എഴുന്നേറ്റിട്ടുണ്ടെന്ന് മനസ്സിലായി. വിഘ്നേഷ് കോവണി ഇറങ്ങി നേരെ പോയത് സിറ്റ് ഔട്ടിലേക്കായിരുന്നു. വിരിഞ്ഞു വരുന്ന പൂക്കളുടെ ഗന്ധം ആസ്വദിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ടോണിയുടെ അമ്മ വിഘ്നേഷിന് ചായ കൊണ്ടുവന്നു കൊടുത്തു. മോൻ ഇത്ര വേഗം തിരിച്ചു പോകേണ്ടായിരുന്നു. സംസാരിക്കാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണെങ്കിലും അവർ എങ്ങനെയൊക്കെയോ അവനോട് സംസാരിച്ചു തുടങ്ങി.
പിന്നെ ഒരിക്കൽ വരാം അമ്മ. അവൻ പുഞ്ചിരിയോടെ ചായ ഊതി കുടിച്ചു. ടോണിയുടെ മോളെന്തിയെ? വിഘ്നേഷ് തിരക്കി. ടിനുമോൾ അവളുടെ മമ്മയുടെ വീട്ടിലാ. സ്കൂൾ ലീവുള്ള ദിവസങ്ങളിൽ അവിടെ പോയി 2 ദിവസം നിന്നേച്ച് വരും. ടോണിയുടെ അമ്മ കൈ താഴ്ത്തി വിരൽ കൊണ്ടും ഉരസി അതിലേക്ക് നോക്കി പറയുമ്പോൾ അവർക്ക് ഇനിയും എന്തൊക്കെയോ പറയാൻ മറഞ്ഞു കിടക്കുന്നുണ്ടെന്ന് വിഘ്നേഷിന് മനസ്സിലായി. ടോണിയുടെ കാര്യം ഓർക്കുമ്പോൾ മനസ്സിനൊരു സമാധാനമില്ല. അവനിങ്ങനെ ഒറ്റത്തടിയായി എത്ര കാലം നടക്കുമെന്നാ? മോനൊന്ന് ഉപദേശിക്കണം. ടോണിയുടെ അമ്മ പറയുന്നത് കേട്ട് കുടിച്ച ചായ അവൻ്റെ മണ്ടക്ക് കയറി വിഘ്നേഷ് ചുമക്കാൻ തുടങ്ങി. അയ്യോ, എന്തു പറ്റി മോനെ? ഭിത്തിയിൽ ചാരാൻ നിന്ന് അവർ അവൻ്റെ അടുത്തേക്ക് ഓടി വന്ന് വെപ്രാളപ്പെട്ടു. കുഴപ്പമില്ല മമ്മ. പെട്ടെന്നുള്ള ചുമയിൽ കയ്യിൽ നിന്നും ചായ അല്പം തൂവിപ്പോയത് തുടച്ചുകൊണ്ട് വിഘ്നേഷ് എഴുന്നേറ്റു. എന്തുവാടാ ഇത്? കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണല്ലോ നിന്റെ കാര്യം. ഒരു ചായ കുടിക്കാനും അറിയില്ലേ? ടർക്കി കൊണ്ട് മുഖം തുടച്ചു. ആ ടർക്കി തോളിലിട്ടുകൊണ്ട് ടോണി അവിടേക്ക് വന്നു. മമ്മി, ഞാൻ ഇറങ്ങുവാ. പപ്പയുടെ? അങ്ങേര് റബ്ബർ തോട്ടത്തിൽ പോയേക്കുവാ. വിഘ്നേഷ് യാത്ര പറഞ്ഞിറങ്ങുന്നത് നോക്കി ടോണി അവൻ്റെ പട്ടിക്കൊപ്പം നിന്നു. ടോണി, ടിനുമോളെ തനിച്ചാക്കരുത്. അവൾക്ക് നല്ലൊരു മമ്മിയെ കൊണ്ടു കൊടുക്കണം. നിന്റെ പാവം അമ്മയ്ക്ക് ഒരു മരുമകളെയും. കാറിൽ കയറാൻ നേരം വിഘ്നേഷ് ടോണിയെ ചേർത്ത് പിടിച്ചു. അപ്പോൾ കാര്യങ്ങൾ ഈ വിധമായോ? ടോണി കണ്ണൊന്ന് വിടർത്തി വിഘ്നേഷിനെ നോക്കി. ഞാൻ തമാശ പറഞ്ഞതല്ല ടോണി. വിഘ്നേഷ് വിടാൻ ഭാവമില്ലാതെ പറഞ്ഞു. ആദ്യം നീ എൻ്റെ ഉപദേശം സ്വീകരിച്ചു വിജയിച്ചു വാ. ബാക്കി നമ്മൾക്ക് അപ്പം നോക്കാം എന്നും പറഞ്ഞ് ടോണി തള്ളവിരൽ ഉയർത്തി കാണിച്ചതും ആ പറച്ചിലിൽ പാതി വിശ്വസിച്ചും അല്ലാതെയും വിഘ്നേഷ് കാറിൽ കയറിയിരുന്നു. കാർ സ്റ്റാർട്ട് ചെയ്തു. ടോണി കൈവീശി കാണിച്ചതും വിഘ്നേഷ് പുഞ്ചിരിയോടെ തലയാട്ടി. വൈകുന്നേരത്തോടെ വിഘ്നേഷ് അവൻ്റെ വീട്ടിലെത്തി. കാർ പോർച്ചിലേക്ക് കാർ പാർക്ക് ചെയ്ത് ഇറങ്ങിയതും കണ്ടു ഉമ്മറത്തിരുന്ന് തമിഴ് മാസിക വായിക്കുന്ന സുബ്ബലക്ഷ്മിയെ. അവൻ അരികിലേക്ക് വരുന്നുണ്ടെന്നറിഞ്ഞിട്ടും സുബ്ബലക്ഷ്മി പുസ്തകത്തിൽ നിന്ന് മുഖം ഉയർത്തിയില്ല. അമ്മേ. അവൻ ബാഗ് താഴെ വെച്ചു. കൈകൾ രണ്ടും മേലോട്ട് ഉയർത്തിയും 2 കൈകൾ കൂട്ടിപ്പിണച്ചും 2 ഭാഗത്തേക്കൊന്ന് ചെരിച്ചും ഞൊട്ട പൊട്ടിച്ചു. എന്നാ ഇവളോ സീക്രം എങ്ക വന്നേ? മാസിക മറിച്ചു നോക്കിക്കൊണ്ട് സുബ്ബലക്ഷ്മി ഇരുന്നു. കഴിഞ്ഞോ മകനുടെ തീർത്ഥാടനം? പുച്ഛത്തോടെ തിരക്കിക്കൊണ്ട് സുബ്ബലക്ഷ്മി പോയതും കാറ്റുപോലെ ബാഗും തൂക്കി വിഘ്നേഷും പോയി. പുലി പോലെ പോയവൻ എലി പോലെ വന്നതാണ്. പിടിച്ചു നിൽക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് അവന് പോലൊരു നിശ്ചയമില്ലായിരുന്നു. ഹാളിലേക്ക് പ്രവേശിച്ചതും അവൻ്റെ മിഴികൾ ഉണ്ണിമായയെ തിരഞ്ഞു. ഉണ്ണിമായ എവിടെ അമ്മ? തിരയുന്നതിനിടയിൽ അറിയാതെ ആ പേര് അവൻ്റെ ചുണ്ടിൽ വന്നു. അവളെ ചോദിക്കാൻ അവൾ നിന്റെ ആരാ? അവളെ ഞാൻ പറഞ്ഞു വിട്ടു. ഇവിടെ ആ കുട്ടി വെറുതെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. ഒരൽപ്പം കനത്തോടെ മുഖത്ത് ഒരുപാട് ഗൗരവം നിറച്ചു. സുബ്ബലക്ഷ്മി പറയുന്നത് കേട്ട് അവൻ്റെ നെഞ്ചൊന്ന് കലങ്ങി. അമ്മ അപ്പോൾ ഇവിടെ തനിച്ചായിരുന്നോ? ആദിയോടെ അവൻ ചോദിച്ചു. ഞാൻ എങ്ങനെ തനിച്ചാകും? എന്നെ നോക്കാൻ ഇവിടുത്തെ ജോലിക്കാരി ഉണ്ടല്ലോ. നിന്നെപ്പോലുള്ള മക്കളുള്ള അമ്മമാർക്ക് ജോലിക്കാരികൾ മാത്രമേ അവസാനം വരെ ഉണ്ടാകൂ. അവരുടെ കവിളുകൾ ശോഭത്താൽ വിറച്ചു. അവൾ നിമിഷയുടെ അടുത്തേക്കാണോ പോയത്? മറുപടി കിട്ടില്ല എന്ന ഉറപ്പിലും ചെറുപ്രതീക്ഷയോടെ വിഘ്നേഷ് മനസ്സ് നൊന്ത് നിൽക്കുന്ന അമ്മയോട് ആരാഞ്ഞു. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ചോദിച്ചതുമില്ല. സുബ്ബലക്ഷ്മി തിരിഞ്ഞു നിന്ന് അലസമായി പറഞ്ഞു. സകല മൂടും പോയല്ലോ ഇവളിത്. അവൻ അരിശം വന്നു തിരിഞ്ഞു നിന്നതും ഉമ്മറവാതിക്കൽ വന്ന് നിൽക്കുന്നവളെ കണ്ട് അവൻ്റെ മിഴികൾ വിടർന്നു. തുടരും. അങ്ങനെയൊന്നും ഉണ്ണിമായ്ക്ക് പോകാൻ പറ്റുമല്ലേ? ഉണ്ണിമായ പോയിട്ടുമില്ല. ഇനിയെങ്കിലും അവൻ്റെ മനസ്സ് നന്നാവട്ടെ. അവളെ സ്വീകരിക്കട്ടെ. അവളെപ്പോൾ സ്വീകരിച്ചാലും അവനെ സ്വീകരിക്കാൻ മനസ്സ് തയ്യാറായിട്ടിരിക്കുകയാണ്. ഉണ്ണിമായ്ക്കിനി വേറൊരു വഴിയില്ല. വിഘ്നേഷ് മാത്രമേ വഴിയുള്ളൂ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ഈ വീഡിയോസൊക്കെ വോയിസൊക്കെ ചെയ്ത് എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത്. കഷ്ടപ്പെട്ട് തന്നെയാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് സമ്മാനമായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നാൽ മതി കേട്ടോ. താങ്ക് യു.